ഹായ്, നമുക്ക് കുറച്ച് ബീഫ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് കറി വയ്ക്കണം നോക്കാം. അപ്പോൾ ഞാനിവിടെ ഏകദേശം ഒരു 2 കിലോ അടുപ്പിച്ച് വരും ബീഫ് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. കുക്കറിനകത്തോട്ടിട്ട് വെച്ചിട്ടുണ്ട്. അതിൽ പിന്നെ ഞാനിവിടെ ഒരു പിടി കുറച്ച് ചെറിയ ഉള്ളി, ഒരു 2 സവാള, മീഡിയം സൈസ് 2 സവാള അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇഞ്ചി ചതച്ച് വെച്ചിട്ടുണ്ട്. കുറച്ച് അധികം വെളുത്തുള്ളിയും ചതച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു 5 പച്ചമുളകും കൂടി കീറി വെച്ചിട്ടുണ്ട്. ഇതെല്ലാം കൂടി നമുക്ക് ഈ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ബീഫിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. സവാളയും ചെറിയ ഉള്ളിയും പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി, പിന്നെ കീറി വെച്ചേക്കുന്ന പച്ചമുളകും ഇത്രയും കൂടി ഇട്ട് കൊടുക്കാവേ. ഇത് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഞാനിവിടെ കുറച്ച് കുരുമുളക് പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് ആവശ്യത്തിന് ഉപ്പ് ഇത്രയും കൂടി ഇട്ട് കൊടുത്ത് നല്ലപോലെ ഒന്ന് ഇതിനൊന്ന് മിക്സ് ചെയ്തെടുക്കാവേ. നല്ലപോലെ കൈ കൊണ്ടൊന്ന് തിരുമ്മി എടുത്തതിന് ശേഷം കുക്കറിൻ്റെ മൂടി അടച്ച് വെച്ച് ഒരു 2 വിസിലും പിന്നെ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒരു 2 വിസിലും കൂടെ കേൾപ്പിക്കണേ. എന്നിട്ട് നമുക്കിവിടെ ഒരു ചീനച്ചട്ടി എടുത്ത് ഞാനിവിടെ ഒരു 3 ടീസ്പൂൺ കുരുമുളക്, 2-3 കറുവപ്പട്ട, ഒരു 3-4 ഗ്രാമ്പു, പിന്നെ പെരിഞ്ജീരകം ഉണ്ടല്ലോ അതും കൂടെ ഒന്ന് ഇട്ട് ഇതിനൊന്ന് നല്ലപോലെ മൂപ്പിച്ചെടുക്കാവേ. ഞാനിതിനകത്ത് പിന്നെ ഏലക്ക ഇട്ടിട്ടുണ്ട്. കാരണം എൻ്റെ കയ്യിൽ പൊടിച്ച ഏലക്ക ആയതുകൊണ്ട് ഞാൻ വറക്കുന്ന സമയത്ത് ഇട്ടിട്ടില്ല. വറുത്ത് കഴിഞ്ഞതിന് ശേഷമാണ് ഇട്ടിരിക്കുന്നത്. എന്നിട്ട് അതിനെ ഒന്ന് നമുക്ക് തണുത്തതിന് ശേഷം പൊടിച്ച് മാറ്റി വയ്ക്കാം. എന്നിട്ട് നമുക്ക് വേറൊരു പാത്രം ഗ്യാസ് സ്റ്റൗവിലോട്ട് വെച്ച് കൊടുത്ത് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് നമ്മൾ പിന്നെ ഞാനിവിടെ ഒരു 3 സവാള, ഒരു മീഡിയം സൈസ് 3 സവാള അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു പിടി ചെറിയ ഉള്ളി ഇത്രയും കൂടെ അരിഞ്ഞ് ഈ ചൂടായ പാത്രത്തിനകത്തോട്ട് ഇട്ട് കൊടുത്ത് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാവേ. ഇതൊന്ന് നല്ലപോലെ ഒന്ന് വഴണ്ട് വരുമ്പോഴത്തേക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കണേ. ഉപ്പ് ചെറുതായിട്ട് ഇട്ട് കൊടുത്താൽ മതി. കാരണം നമ്മൾ നേരത്തെ ബീഫിൽ ഇട്ട് കൊടുത്തത് കൊണ്ട് കുറച്ച് ഇട്ട് കൊടുക്കാവേ. അത് ഇട്ട് കൊടുത്ത് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇതൊന്ന് വഴണ്ട് വരുമ്പോഴത്തേക്ക് നമ്മൾ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ പേസ്റ്റ് ആക്കിയതും കൂടി ഇതിനകത്തോട്ടൊന്ന് ഇട്ട് കൊടുക്കണേ. എന്നിട്ട് ഒരു പച്ചമുളകും കൂടി ഞാൻ ഇതിനകത്തോട്ട് കീറി ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഇതിനകത്ത് കുരുമുളകും പച്ചമുളകും പിന്നെ കാശ്മീരി ചില്ലി അതും കൂടിയാണ് ഇട്ട് കൊടുക്കുന്നത്. സാധാ വറ്റൽമുളകിൻ്റെ പൊടി ഇട്ട് കൊടുക്കുന്നില്ല. അപ്പോൾ ഇച്ചിരി പച്ചമുളക്, എരിവിന് ആവശ്യമായിട്ട് പച്ചമുളകൊക്കെ വേണമെങ്കിൽ കൂടുതലിട്ട് കൊടുക്കാം. ഞാനിവിടെ കുരുമുളക് ഇട്ടത് കൊണ്ടാണ്. നേരത്തെ പൊടിച്ചു വെച്ചിരിക്കുന്ന മസാലക്കൂട്ടിലും കുരുമുളക് ഇട്ടിട്ടുണ്ട്. നമ്മൾ ബീഫ് വേവിക്കാൻ സമയത്തും കുരുമുളക് പൊടി ഇട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ഒരു പച്ചമുളക് ഇപ്പോൾ എടുത്തിട്ടുള്ളൂ. ഇതൊന്ന് വഴണ്ട് വരുമ്പോഴത്തേക്ക് അത്യാവശ്യം വലിപ്പമുള്ളൊരു തക്കാളി അരിഞ്ഞ് ഇതും കൂടി ഒന്ന് ഇതിനകത്തോട്ട് ചേർത്ത് നമുക്കിതിനൊന്ന് നല്ലപോലെ വഴറ്റിയെടുക്കാം. ഈ തക്കാളിയൊക്കെ ഒന്ന് വെന്തുടഞ്ഞ് വരുന്നത് വരെ നമുക്ക് വെച്ചേക്കാവേ. ഇത് മുത്തതിന് ശേഷം ഒരു 3-4 ടീസ്പൂൺ കാശ്മീരി ചില്ലിയും, ഒരു 3 ടീസ്പൂൺ മല്ലിപ്പൊടിയും, പിന്നെ നമ്മൾ നേരത്തെ പൊടിച്ചു വെച്ചിരിക്കുന്ന മസാലപ്പൊടി ഉണ്ടല്ലോ അതും കൂടി ഇതിനകത്തോട്ട് ചേർത്ത് നല്ലപോലെ ഒന്ന് ഇളക്കിയെടുക്കാം. ഇത് വേറെ മസാലയൊന്നും നമ്മൾ ചേർക്കത്തില്ല. അന്നേരം നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന ആ മസാല ഉണ്ടല്ലോ ഇപ്പോൾ പൊടിച്ച് ചേർത്ത് അത് മാത്രമേ ഇതിൽ മസാലയായിട്ട് ചേർക്കുന്നുള്ളേ. വേറെ ഒരു പൊടികളും നമ്മൾ ചേർക്കുന്നില്ല. നല്ലപോലെ ഒന്ന് വഴറ്റി എടുക്കാം. ഈ തക്കാളിയൊക്കെ ഒന്ന് വെന്തുടഞ്ഞ് വരുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കാവേ. എന്നിട്ട് ഞാൻ തിളപ്പിച്ചൊരു 1/2 ഗ്ലാസ് വെള്ളവും കൂടി ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. തിളപ്പിച്ച വെള്ളം, പച്ചവെള്ളം ഒഴിക്കരുത്. 1/2 ഗ്ലാസ് വെള്ളം മതി. കാരണം നമ്മൾ ബീഫ് വേവിച്ച് വെച്ചേക്കുന്നതിൽ വെള്ളം ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ അത് മതിയായിരിക്കും. എന്നിട്ട് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫ് ഇതിനകത്തോട്ട് ഈ പാത്രത്തിനകത്തോട്ട് തട്ടിയിട്ട് നല്ലപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കണേ. ഇത് നല്ല ഒന്ന് കുറുകി വരുമ്പോഴത്തേക്ക് മല്ലിയില അതും കൂടെ ഒന്ന് പിച്ചിയിട്ട് കൊടുക്കാം. എന്നിട്ട് ഒന്ന് അടച്ച് വെച്ച് വീണ്ടും ഒരു ചെറിയ തീയിൽ ഒരു 2-3 തിള വരുന്നത് വരെ വെച്ചേക്കണേ. നല്ല ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ എല്ലാവർക്കും ചെറിയ പെരുന്നാൾ ആശംസകൾ നേരുന്നു. അപ്പോൾ നമുക്ക് വേറൊരു ദിവസം വേറൊരു വീഡിയോയുമായി കാണാം. താങ്ക് യു.